നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളപുരം സ്വദേശി വിഭഞ്ചികയും കുഞ്ഞും ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതി നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങി. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിതീഷിന്റെ അച്ഛനും സഹോദരിയും കേസിൽ പ്രതികളാണ്. നിതീഷും വീട്ടുകാരും ചേർന്ന് മകളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതി. ഷാർജയിലുള്ള നിതീഷിനെ നാട്ടിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ. ഇന്റർപോളുമായി സഹകരിച്ച് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. വിഭഞ്ചികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ കേരളപുരത്ത് സംസ്കരിച്ചു. ശരീരത്തിൽ ഉണ്ടായിരുന്ന പാടുകൾ മൃതദേഹം എംബാം ചെയ്തപ്പോൾ സംഭവിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. 1.25 വയസ്സുള്ള വൈഭവിയുടെ സംസ്കാരം നേരത്തെ ഷാർജയിൽ നടന്നിരുന്നു. നിതീഷിനും കുടുംബത്തിനുമെതിരെ നിയമ പോരാട്ടം തുടരാനാണ് വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ തീരുമാനം. ജൂലൈ 8-നായിരുന്നു ഷാർജയിലെ ഫ്ളാറ്റിൽ വിഭഞ്ചികയെയും 2.5 വയസ്സുകാരി മകൾ വൈഭവിയെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചിരുന്നു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. വിഭഞ്ചികയുടെ മരണകാരണം കഴുത്ത് മുറുകിയതാണ് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബുധനാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിലെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചതായും പറയുന്നു. ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ മറ്റൊരാൾ കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തിയാലോ ഇത്തരത്തിൽ സംഭവിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. എംബാം ചെയ്ത മൃതദേഹം ബുധനാഴ്ച പുലർച്ചെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഷാർജയിലായിരുന്ന അമ്മ ശൈലജ, സഹോദരൻ വിനോദ് എന്നിവരും മറ്റു ബന്ധുക്കളും നാട്ടിലെത്തി. അന്വേഷണ സംഘത്തിലെ പോലീസുകാരുടെ നേതൃത്വത്തിൽ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചിരിക്കുകയാണ്. വിഭഞ്ചികയുടെ വീട്ടുകാരുടെ ആവശ്യപ്രകാരമായിരുന്നു പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിൽ വിഭഞ്ചികയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ഒരുങ്ങിയത്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിനിടെ വിഭഞ്ചികയുടെ ഫേസ്ബുക്കിലെ വിവരങ്ങൾ എടുക്കണമെന്ന ആവശ്യവുമായി സഹോദരൻ വിനോദ് രംഗത്തെത്തിയിട്ടുണ്ട്. മരണശേഷം വിഭഞ്ചികയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റ് ആയെന്നാണ് സഹോദരന്റെ ആരോപണം. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ഭർത്താവും കുടുംബവും ശ്രമിക്കുകയാണ്. തന്റെ സഹോദരിയുടെ അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്നും കേസുമായി ഏതറ്റം വരെയും പോകുമെന്നും സഹോദരൻ വ്യക്തമാക്കി. ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിഭഞ്ചികയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയതോടെയാണ് നിതീഷും കുടുംബവും ചോദ്യമുനയിൽ വന്നത്. വിഭഞ്ചികയ്ക്കും മകൾ വൈഭവിക്കും നീതി കിട്ടുന്നതിന് ഏതറ്റം വരെയും പോകുമെന്ന് വിഭഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞു. ഭർത്താവുമായുള്ള വിഷയങ്ങളൊന്നും നാട്ടിലെ ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല എന്നാണ് ശൈലജ പറയുന്നത്. നല്ല കുടുംബമാണെന്ന് കരുതിയെങ്കിലും തെറ്റിപ്പോയി. നിതീഷിന്റെ കൊടിയ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് വിഭഞ്ചിക കടുങ്കൈ ചെയ്തത്. എന്തെങ്കിലും നിവൃത്തിയുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് നാട്ടിൽ വരുമായിരുന്നു. നിതീഷും സഹോദരി നീതുവും ചേർന്നാണ് തന്റെ മകളെ പീഡിപ്പിച്ചതെന്ന് ശൈലജ പറയുന്നു. നിതീഷ് വിഭഞ്ചികയുമായി അടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം നീതുവും പിതാവ് മോഹനനും ചേർന്നാണ് അകറ്റിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല. എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ വിഭഞ്ചിക ജീവിച്ചത്. എന്നാൽ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതോടെയാണ് വിഭഞ്ചിക കടുങ്കൈ ചെയ്തത്. കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ മകളുടെയും ചെറുമകളുടെയും ആത്മാവിന് ശാന്തി ലഭിക്കൂവെന്നും ശൈലജ പറയുന്നു. CBI അന്വേഷിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, UAE ഇന്ത്യൻ കോൺസുലേറ്റ്, കേരള മുഖ്യമന്ത്രി, DGP തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവ് നിതീഷ് മോഹനുമായി കഴിഞ്ഞ 1 വർഷത്തോളമായി വിഭഞ്ചിക മാനസികമായി അകൽച്ചയിൽ തന്നെയാണ്. അടുത്ത കാലത്തായി നിതീഷ് വേറെ സ്ഥലത്തും വിഭഞ്ചികയും മകളും മറ്റൊരു ഫ്ളാറ്റിലുമായിരുന്നു കഴിഞ്ഞിരുന്നത്. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജറായ യുവതിയുടെ കൂടെ രാത്രി താമസിക്കാറുള്ള വീട്ടുജോലിക്കാരി വന്ന് ഏറെ നേരെ വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നില്ല. തുടർന്ന് അവർ വിഭഞ്ചികയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു വരുത്തി വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭഞ്ചികയുടെ കാൽമുട്ടുകൾ തറയിൽ മുട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇതാണ് സംശയത്തിന് ഇട നൽകുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ്, അയാളുടെ പിതാവ് മോഹനൻ, സഹോദരി നീതു എന്നിവർ തന്നെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും വിശദമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പിറ്റേന്ന് വിഭഞ്ചികയുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. യുവതി മരിക്കുന്നതിന് മുൻപ് സമയം ക്രമീകരിച്ച് പോസ്റ്റ് ചെയ്തതാണെന്നാണ് കരുതുന്നത്. ഇതുകൂടാതെ തന്റെ സ്വർണ്ണാഭരണങ്ങളും ബാങ്കുരേഖകളുമെല്ലാം വിഭഞ്ചിക ഗുരുവായൂർ സ്വദേശിയായ ബന്ധുവായ സ്ത്രീയെ സുഹൃത്ത് വഴി ഏൽപ്പിച്ചിരുന്നു. താൻ അനുഭവിക്കുന്ന പീഡനങ്ങളെല്ലാം യുവതി അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറയാറുമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ശൈലജ, മുഖ്യമന്ത്രി, പോലീസ് ഉദ്യോഗസ്ഥ എന്നിവർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്.
വിഭജികയുടെ ഡയറി കുറിപ്പും കണ്ടെത്തിയിരുന്നു. അതിൽ ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ചും വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. ഇനി ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ഇതിനായിട്ടാണ് റെഡ് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ച് നിതീഷിനെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.